ഹലോ ഗൈസ്, വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് ഷാനു സ്റ്റോക്സ്. ഇന്ന് രാവിലെ എണീച്ചപ്പോൾ കണ്ടൊരു ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അഖിൽ എന്നാടിയുടെ വൈഫ് മേഘ ഒരു ബസ് ഡ്രൈവറോ കണ്ടക്ടറോ ആരെയും കൂടെ ഒളിച്ചോടിപ്പോയി. അതിൻ്റെ കുറച്ച് വീഡിയോസും അതിങ്ങനെ ന്യൂസായിട്ട് ഇട്ടേക്കുന്നു. ഇതാണ് ഇന്നത്തെ ദിവസം സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു സാധനം. എനിക്ക് ഇതിൽ കുറച്ച് കാര്യം പറയണമെന്ന് തോന്നി. അത് പറയാനായിട്ട് ചെയ്യുന്ന വീഡിയോ ആണ്. അല്ലാതെ ഇതിലൊക്കെ എന്തോ തേങ്ങയാണ് വന്നെന്ന് ഒപ്പീനിയൻ പറയാനും റിയാക്ട് ചെയ്യാനും ഒക്കെ ആയിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ കല്യാണം കഴിഞ്ഞ ഒരു ഒളിച്ചോടി പോണ ആദ്യത്തെ സംഭവമൊന്നുമല്ല. ഇതിപ്പോൾ ഇത്രയും വൈറലാവുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അഖിൽ എന്നാടി ഒരു ഇൻഫ്ലുവൻസറാണ്. അഖിൽ എന്നാടിയുടെ വൈഫ് ഒളിച്ചോടി. അത് എന്തോ ഭയങ്കര സംഭവം. അതിനെ കേരളത്തിലുള്ള എല്ലാവരും ഈ വാർത്ത അറിയണം, ഇതറിഞ്ഞാലേ പറ്റത്തുള്ളൂ, ഇത് അറിഞ്ഞില്ലെങ്കിൽ ശരിയാവത്തില്ല, അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായിട്ടാണ് പല ഇൻഫ്ലുവൻസേഴ്സും പല ചാനലും പേജുകളും ഒക്കെ ഈ വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോസും പോസ്റ്റൊക്കെ ആയിട്ട് ഇങ്ങനെ ഇട്ട് മലത്തുന്നത്. കാരണം അഖിൽ എന്നാടിയുടെ വൈഫ് ഒളിച്ചോടിപ്പോയി എന്നുള്ളൊരു ന്യൂസ് കേരളത്തിലുള്ള എല്ലാ ജനങ്ങളും അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും തീരാ നഷ്ടമാണല്ലോ. അടുത്ത PSC എക്സാമിന് ചോദിക്കും ചിലപ്പം, അഖിൽ എന്നാടിയുടെ വൈഫ് മേഘ ആരെ കൂടെ ഒളിച്ചോടി, ഏത് ദിവസം ഒളിച്ചോടിയപ്പോൾ എന്തൊക്കെ എടുത്തുകൊണ്ട് പോയി, ഏത് സമയത്ത് ഒളിച്ചോടി, എങ്ങനെയാണ് ഒളിച്ചോടിയത്, ആട്ടോയിലാണോ പോയത്, ബസ്സിലാണോ പോയതെന്നൊക്കെ നാളെ PSC ക്വസ്റ്റ്യനായിട്ടൊന്ന് ചോദിക്കും. അപ്പോൾ മലയാളികൾ എല്ലാവരും അറിഞ്ഞിരിക്കണമല്ലോ അഖിൽ എന്നാടിയുടെ വൈഫ് മേഘ ഒളിച്ചോടിയ കേസ്. അതുകൊണ്ട് ആ ഒരു വലിയ ഇൻഫർമേഷൻ, ആ ഒരു വലിയ അറിവ് കേരളത്തിലുള്ള എല്ലാ ജനങ്ങൾക്കും പകർന്നു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇൻഫ്ലുവൻസേഴ്സും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ പോസ്റ്റ് ഇടുന്ന ചേട്ടന്മാരും എല്ലാവരും ഒക്കെ ഭയങ്കരമായിട്ട് പ്രയത്നിക്കുന്നുണ്ട്. കാരണം ഈ ഒരു ന്യൂസ് എല്ലാവരും അറിഞ്ഞിരിക്കണമല്ലോ, അത്ര ഇമ്പോർട്ടൻ്റ് ആണല്ലോ. നാളെ PSC ക്വസ്റ്റ്യനൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഒരു മാർക്ക് കിട്ടിക്കാലോ. PSC എഴുതുന്ന ആൾക്കാർക്കൊക്കെ ഒരു മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത്ര ഉപയോഗമില്ല, എല്ലാവരും അറിഞ്ഞിരിക്കണമല്ലോ. അതിനുവേണ്ടി ഈ ഒരു ഇൻഫർമേഷൻ എല്ലാവരും പാസ് ചെയ്താലല്ലേ പറ്റത്തുള്ളൂ. നമ്മുടെ നാട്ടിൽ പണ്ടും കല്യാണം കഴിഞ്ഞിട്ടുള്ള പെണ്ണുങ്ങൾ കണ്ടവന്മാരോടെ ഒളിച്ചോടി പോയിട്ടുണ്ട്. മാപ്പിളയും കളഞ്ഞിട്ട് കണ്ടവന്മാരോടൊക്കെ പോയിട്ടുണ്ട്. പെട്ടെന്നൊരു ദിവസം ഒരാഴ്ച കൊണ്ട് പ്രേമത്തിലായ പലവന്മാരെയും കൂടെ പോയിട്ടുണ്ട്, ശരിയാണ്. പക്ഷെ അന്നൊന്നും ഇതൊന്നും വലിയ ന്യൂസല്ല. എവിടെ കിടക്കുന്ന ഏതെങ്കിലും ഒരുത്തന്നെ പെണ്ടാട്ടി ഒളിച്ചോടി പോയി കഴിഞ്ഞാൽ അത് വലിയ ന്യൂസല്ല. ഇത് അഖിൽ എന്നാടി എന്നതിൻ്റെ ആൾ ഇൻഫ്ലുവൻസർ ആയതുകൊണ്ട് അയാളെ പെണ്ണുമ്പോൾ ഒളിച്ചോടി പോയത് ഭയങ്കര വലിയ കാര്യമാണ്. നമ്മുടെ നാട്ടിലെ കണ്ടൻറ് ക്രിയേറ്റേഴ്സൊക്കെ വന്നിപ്പം മറ്റേ കുടുംബശ്രീയിലെ ചേച്ചിമാർ നുണ പറയണക്കായി. വല്ലവൻ്റെ വീട്ടിലെ പെണ്ടാട്ടി ഒളിച്ചോടി പോകുന്നതും അല്ലെങ്കിൽ പിറണതും പേരെടുക്കുന്നതും ഒളിച്ചോട്ടം ഇതൊക്കെ ആയി നമ്മുടെ നാട്ടിലെ ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിലൊക്കെ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ കണ്ടൻറ്റും കാര്യങ്ങളുമൊക്കെ. അപ്പോൾ ചോദിക്കും, നീ ഇതല്ലേ വന്ന് പറയണമെന്ന് ചോദിക്കും. ഞാൻ അവൾ ഒളിച്ചോടി പോയതും പിടിച്ചതും ഇതൊന്നും അല്ല വന്ന് പറയുന്നത്, നമ്മുടെ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ കാര്യമാണ് പറയാൻ വന്നത്. നീയൊക്കെ എങ്ങനെ എടുത്താലും എനിക്കൊരു കുഴപ്പമില്ല. ഞാനും അത് വിറ്റ് റീച്ച് ഉണ്ടാക്കണമെന്ന് പറയണമെന്നുണ്ടെങ്കിൽ പറഞ്ഞോ, കുഴപ്പമില്ല. എനിക്ക് എൻ്റെ ഒപ്പീനിയൻ പറയണമെന്ന് തോന്നി, അതിനായിട്ട് വന്ന് പറഞ്ഞതാണ്. അപ്പം നമ്മുടെ നാട്ടിൽ ഇൻഫ്ലുവൻസേഴ്സ് എല്ലാം ഇപ്പോൾ വന്ന് കുടുംബശ്രീ ചേച്ചിമാരുടെ പരിപാടി എന്താണോ അതാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു സാധാരണക്കാരൻ്റെ പെണ്ടാട്ടി ഇതേപോലെ ഒളിച്ചോടി പോയി കഴിഞ്ഞാൽ വലിയ വിഷയമൊന്നും വരത്തില്ല, ന്യൂസിലും കാര്യത്തിലും ഇങ്ങനെ ഇൻസ്റ്റാഗ്രാം പേജിലൊന്നും വരത്തില്ല. ഇത് അഖിൽ എന്നാടിയുടെ ആയതുകൊണ്ട് ഭയങ്കര സംഭവമാണ്, എല്ലാവരും അറിഞ്ഞിരിക്കണം. ഓൾറെഡി അയാളുടെ കണ്ടൻറ്റ് കുറച്ച് വളുപ്പാണ്, പക്ഷേ അത് കണ്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്, ഇഷ്ടപ്പെടാത്ത ആൾക്കാരും ഒരുപാട് പേരുണ്ട്. ഇവരുടെ ലവ് മാരേജ് ആയിരുന്നെന്നൊക്കെ എവിടെയോ പുള്ളിക്കാരുടെ ഇൻ്റർവ്യൂവിലും കാര്യത്തിലും പറഞ്ഞിട്ടുണ്ട്. പുള്ളിക്കാരൻ്റെ ലൈഫ് പറഞ്ഞത് പുള്ളിക്കാരനെ ഉപേക്ഷിച്ചിട്ട് പോയി. അപ്പോൾ പുള്ളിക്കാരൻ ആ ഒരു വിഷമത്തിലും കാര്യത്തിലും എന്തായാലും ഇരിക്കുമായിരിക്കും. അതിൻ്റെ ഇടയിലാണ് ഈ ഒരുത്തന്മാർ ഈ പോസ്റ്റും റീലും ഒക്കെ പടച്ചു വിട്ടിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനും അതിന് വിശദീകരണം കൊടുക്കാനും ഒക്കെ ചിലവന്മാർ ഇറങ്ങിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഒരുത്തൻ്റെ റീല് കണ്ടു, 2 പാർട്ടായിട്ടൊക്കെ ഇട്ടിട്ടുണ്ട് അഖിൽ എന്നാടിയുടെ ഭാര്യയെ ഒളിച്ചോടിപ്പോയതിനെക്കുറിച്ച്. എന്നിട്ട് ലാസ്റ്റ് പറയുന്നത്, ഞാൻ കണ്ടൻറ്റിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നതെന്ന് വന്ന് പറയരുത് കേട്ടോ, എനിക്ക് ആവശ്യത്തിലധികം റീച്ച് ഉണ്ടെന്ന്. എന്നിട്ട് മൈരൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലെ റീൽസ് നോക്കിയപ്പോൾ ലൈക്കും വ്യൂ കൗണ്ടും ഹൈഡാക്കിയിട്ടേക്കുന്നു, റീച്ചുള്ള കൂടിയ പുണ്ട ഹൈഡാക്കിയിട്ടേക്കുന്നു. നിങ്ങൾ ഇട്ടോ, മേഘ അഖിൽ എന്നാടിയുടെ വൈഫ് മേഘ ഒളിച്ചോടി പോയെന്നിട്, അല്ലെങ്കിൽ വേറെ അവനെങ്കിലും കൂടെ ഇറങ്ങിപ്പോയെന്നിട്. ഇത് അഖിൽ എന്നാടിയുടെ ഭാര്യ അദ്ദേഹത്തെ ഉപേക്ഷിച്ചു പോയി.
ഉപേക്ഷിച്ച് പോയി. അഖിലനാടി എന്തെങ്കിലും തെറ്റ് ചെയ്തതായിട്ട് നിങ്ങൾക്ക് വല്ലതും അറിയാമോ? ഇങ്ങനെ ഉപേക്ഷിച്ച് പോയി എന്നിടെ അവൾ അവൻ്റെ കൂടെ പ്രേമത്തിലായി, അവൻ്റെ കൂടെ ഇറങ്ങിപ്പോയി, അവനെ അഖിലനാടി അങ്ങോട്ട് ഇറങ്ങിപ്പോയി, അങ്ങനെ ഇട്. അഖിലനാടിയുടെ ഭാര്യ വേറൊരുത്തനെ കണ്ടപ്പം അവൻ്റെ അടുത്ത് പ്രേമം മൂത്ത് അഖിലനാടിയെ കളഞ്ഞിട്ട് ഒളിച്ചോടിപ്പോയി എന്നിട്. അഖിലനാടിയെ ഉപേക്ഷിച്ച് പോയി. ഈ പോസ്റ്റും മയിലും കാര്യവും തമ്മിലും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ തോന്നും അഖിലനാടി അവളെന്തോ കൊല്ലാക്കൊല ചെയ്ത് അവൾ ഉപേക്ഷിച്ച് ജീവനം കൊണ്ട് രക്ഷപ്പെട്ടോടി എന്ന് പറയും. അങ്ങനെയാണ് പോസ്റ്റും തമ്മിലും കാര്യങ്ങളുമൊക്കെ. കൊള്ളാടെ, നല്ലത് തന്നെ, ഇങ്ങനെ തന്നെ ഇടണം. ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ കേരളത്തിലെ കണ്ടൻറ് ക്രിയേറ്റേഴ്സിൻ്റെയും ഇൻഫ്ലുവൻസേഴ്സിൻ്റെയൊക്കെ വീഡിയോ നിലവാരം. ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് വന്നാൽ കാണാൻ നല്ല ചേരാണ്. പക്ഷേ സ്വന്തം അമ്മച്ചിക്ക് വരുമ്പോൾ വലിയ സുഖമുള്ള പരിപാടിയല്ല. സ്വന്തം വീട്ടിൽ ഇതേപോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതേപോലെ തമ്മിൽ ഇടാൻ പറ്റുന്നവന്മാരാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ശരിയാണ്. ഇതിപ്പം സംഭവം ഞാൻ പറഞ്ഞില്ലേ, ഇത് മേഘ ഒളിച്ചോടിപ്പോയത് ഒരു PSC ക്വസ്റ്റ്യന് നാളെ വന്നേക്കാവുന്നൊരു ടോപ്പിക്കാണ്. അഖിലനാടിയുടെ വൈഫ് ഒളിച്ചോടിപ്പോയത് നാളെ PSC ക്വസ്റ്റ്യന് ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ടോപ്പിക്കാണത്. അതുകൊണ്ടത് കേരളത്തിലെല്ലാവരും അറിയണം. അത് എങ്ങനെയാണ് തമ്മിലും കാര്യങ്ങളും. അഖിലനാടിയെ ഉപേക്ഷിച്ച് ഭാര്യ മേഘ ഇറങ്ങിപ്പോയി. അവൾ വേറെ ഒരുത്തനെ പ്രേമിച്ച് ഇന്നലെ കണ്ട ഒരുത്തൻ്റെ കൂടെ ഇത്ര നാൾ കെട്ടിയ മാപ്പിളയും കളഞ്ഞിട്ട് ഇറങ്ങി ഓടിയതാണെന്നുള്ള കേസല്ല പറയുന്ന തമ്മിലും കാര്യമൊക്കെ. അഖിലനാടിയെ ഉപേക്ഷിച്ച് പോയി. നമ്മുടെ നാട്ടിലെ മലയാളികൾ എപ്പോഴും ഇങ്ങനെയാണ്. ഒരുത്തനെ ശവത്തിൽ ഇങ്ങനെ ശവത്തിനെ കിട്ടിയാൽ കുത്തി നോക്കിയൊന്നും ഇല്ല, ശവത്തിൽ കുത്തൽ എന്ന് പറയുന്ന പരിപാടിയില്ലേ, അത് തന്നെ. ഇതേപോലത്തെ മറ്റേ അയൽക്കൂട്ടം കണ്ടൻറ്റുകളെ വെച്ച് വരെ റീച്ച് ഉണ്ടാക്കിയാലേ പറ്റത്തുള്ളൂ. ഭയങ്കര നല്ല നിലവാരമാണ് കേട്ടോ. നല്ല ഇത്രേ ഉള്ളു ഇപ്പം നമ്മുടെ നാട്ടിലെ ഇൻഫ്ലുവൻസേഴ്സൊക്കെ. വേറെ വല്ല കണ്ടൻറ്റ് അടുത്ത് വെച്ച് ചെയ്യേണ്ടത് സംസാരിക്കുക ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ, ഒരുപാട് കാര്യമുണ്ടല്ലോ. വല്ലവൻ്റെ പെണ്ടാട്ടി ഒളിച്ചോടി പോണതാണേ മയിലുകളെ നിനക്കൊക്കെ ഇത്ര വലിയ കാര്യം. അങ്ങേരെ വേണ്ടാന്ന് പറഞ്ഞിട്ട് അവളെ കളഞ്ഞിട്ട് പോയി. ആര് അനുഭവിക്കാൻ പോണ്? അവൾ അനുഭവിക്കാൻ പോണ്. അവൾ അനുഭവിച്ചോളും. നല്ല വരുമാനവും നല്ല ഏണിങ്സും ഉള്ള ഒരുത്തനെ കളഞ്ഞിട്ട് ഏതോ അണ്ടൻ്റെ അടവോടൻ്റെയും കൂടെ പോയി ജീവിക്കാനായിട്ട് തൊലഞ്ഞിറങ്ങി പോയോളുമാരൊക്കെ ഇനി അനുഭവിച്ചോളും. ഇതൊന്നും വലിയ കൊട്ടിഘോഷിച്ച് വലിയ ഇതൊക്കെ ഒരു കണ്ടൻ്റ് ആക്കി ഇല്ലെങ്കിൽ വീഡിയോ ആക്കി ചെയ്യേണ്ട ആവശ്യം ഉണ്ടാടേ മയിലുകളെ. അതിനൂടെ ചോദിക്കുകയാണ്. അതിൻ്റെ ഒന്നും ഒരാവശ്യവും ഇല്ല. അതൊക്കെ പോയവന്മാർ പഠിക്കും. ഇനിയിപ്പോൾ കുറേ അവന്മാർ വേറെ ഒരു ഡയലോഗും പുറത്തേക്കൊണ്ട് വരും. കൊന്നിട്ടല്ലല്ലോ പോയ, അത് തന്നെ ഭാഗ്യം. കല്യാണം കഴിച്ച് 2, 3, 4 വർഷമായിട്ട് കൂടെ നിൽക്കുന്ന ഭാര്യ വേറെ ഒരുത്തൻ്റെ കൂടെ ഇറങ്ങിപ്പോയപ്പോൾ അയ്യോ കൊന്നിട്ടല്ലല്ലോ പോയ, അങ്ങനെ ഒന്ന് സമാധാനിക്കുകയും പറഞ്ഞുകൊണ്ട് കുറേ മയിലുകൾ വരും. ഇവിടെ നിങ്ങളെയൊക്കെ തമ്മിലും നിങ്ങളെയൊക്കെ കണ്ടൻറ്റ് വിറച്ചിലും വീഡിയോയിലും ഒക്കെ കേട്ടാൽ തോന്നും അഖിലനാടി എന്തോ മറച്ചിട്ട് അവൾ ജീവനും കൊണ്ട് ഓടിയതാണ്. അവൾ വേറെ ഒരുത്തനെ പ്രേമിച്ച് പോയതല്ലേ. ഇത് ഇപ്പോൾ എല്ലാവരുടെ നാട്ടിലും നടക്കണ സംഭവമാണ്. സ്വാഭാവികമായിട്ടും കുറേ അലവലാതി പെണ്ണുങ്ങൾ കെട്ടിയവനെ കളഞ്ഞിട്ട് കണ്ടവൻ്റെ കൂടെ ഇറങ്ങി പോകുന്നത് സ്വാഭാവികമായിട്ടും നടക്കണ കാര്യമാണ്. അഖിലനാടിയുടെ വൈഫ് പോയപ്പോൾ മാത്രം ഭയങ്കര വലിയ സംഭവമായി. അതിൻ്റെ ഇടയിൽ അതിനും തമ്മിൽ അങ്ങേരതല്ല, അങ്ങേരം കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കണതല്ല. സിവിക് സെൻസ് എന്ന് പറഞ്ഞ സാധനം ഇല്ലല്ലേ. റീച്ചുണ്ടാക്കാൻ നോക്കുമ്പോഴും കുറച്ച് മര്യാദ മാന്യതയൊക്കെ ആവാം. അത്രേ ഉള്ളൂ. ഇത് പറയണമെന്ന് തോന്നി. ഇതാണ് ആ വീഡിയോ. എൻ്റെ ഒപ്പീനിയനാണ്. അല്ല ഞാൻ ഇതിനകത്ത് വന്നിട്ട് ഇനി അഖിലനാടിയുള്ള അവൻ്റെ പെണ്ടാട്ടിയും കൂടെ തമ്മിലുള്ള എന്തെങ്കിലും സീക്രട്ടും അല്ലെങ്കിൽ എന്തെങ്കിലും അതിനകത്ത് എന്തെങ്കിലും വലിയ സംഭവങ്ങൾ ഞാൻ പറയാമെന്ന് വിചാരിച്ച് വന്ന് കാണാൻ കയറിയ മയിലുകളൊക്കെ ഇറങ്ങിപ്പോവും. അത്രേ ഉള്ളൂ. എൻ്റെ ഒപ്പീനിയൻ പറയാമെന്നാണ്.